നമസ്കാരം. കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗം മലയാളികളെയും സിനിമാ ലോകത്തെയും അവരുടെ കുടുംബത്തെയും ചെറുതായൊന്നുമല്ല ബാധിച്ചത്. വളരെയേറെ വേദനാജനകമായ ഒരു യാത്രയായ്പ തന്നെയായിരുന്നു നവാസിൻ്റേത്. മലയാളികൾ ഒരുപാട് സ്നേഹിച്ച ഒരു നടനാണ്, ഒരു കലാകാരനാണ് നവാസ്. മാത്രമല്ല, ഇത്രയും കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു കലാകാരനെ മലയാളികൾ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. കുടുംബത്തെ ഒരുപാട് സ്നേഹിക്കുന്ന, ഭാര്യയെയും മക്കളെയും ഒരുപാട് സ്നേഹിക്കുന്ന, അത്രയും കുടുംബത്തോട് യോജിച്ച് കൂടെ നിൽക്കുന്ന ഒരു നടൻ തന്നെയായിരുന്നു. തിരക്കുകൾക്കിടയിലും കുടുംബത്തെ അത്രത്തോളം ചേർത്ത് നിർത്തുന്ന ഒരാളായിരുന്നു നവാസ്. മാത്രമല്ല, സിനിമാ ലോകത്തിന്റെ ഈ ഒരു വേർപാട്, അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിത വേർപാട് ഉൾക്കൊള്ളാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. നിരവധി താരങ്ങളാണ് പ്രതികരിച്ചെത്തിയത്. സാക്ഷാൽ മോഹൻലാൽ വരെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു വിയോഗം വളരെയേറെ വേദനാജനകമാണെന്ന് പറഞ്ഞ് നിരവധി താരങ്ങൾ എത്തിയിരുന്നു. മാത്രമല്ല, ആ ഒരു സെറ്റിൽ വെച്ച്, അതായത് അവസാന ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവ് സമയം തന്നെയായിരുന്നു. അദ്ദേഹം നേരത്തെ ചെയ്ത സിനിമ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങുന്ന കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങുമ്പോഴായിരുന്നു മരണം അദ്ദേഹത്തെ കവർന്നത്. അത് മലയാളികളെയും സിനിമാ പ്രേക്ഷകരെയും അദ്ദേഹത്തെ സഹതാരങ്ങളെയും സുഹൃത്തുക്കളെയും എല്ലാം വല്ലാത്ത ഒരു രീതിയിൽ തന്നെ ബാധിക്കുകയാണ് ഉണ്ടായത്. നമ്മുടെ മരണവിവരം അറിഞ്ഞ് ചോറ്റാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ സഹപ്രവർത്തകർ ഓടിയെത്തുന്ന ഒരു കാഴ്ചയാണ് മലയാളികൾ കണ്ടത്. ഒരു വീഡിയോയിൽ ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്നും അദ്ദേഹത്തിന് ആരോഗ്യപരമായി യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നുവെന്നും ആശുപത്രിയിലെത്തിയ അൻവർ സാദത്ത് MLA പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും 2 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കലാഭവൻ നവാസിന്റെ മരണം. ഹോട്ടൽ മുറിയിൽ വെച്ച് ഹൃദയാഘാതം സംഭവിച്ചാണ് മരണം. കലാഭവൻ നവാസിന്റെ കുടുംബത്തിനും സഹപ്രവർത്തകർക്കും വലിയ ഞെട്ടലായിരുന്നു മരണവാർത്ത. അഭിനയ രംഗത്തും മിമിക്രി വേദികളിലും വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള കലാഭവൻ നവാസിന് നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. ഇതിനിടെ ഒരു പൊതുവേദിയിൽ നടൻ ആസിഫ് അലി നടത്തിയ പരാമർശമാണ് ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുന്നത്. കലാഭവൻ നവാസിന്റെ മരണത്തെക്കുറിച്ച് ലാഘവത്തോടെ സംസാരിച്ചതിന് വ്യാപക വിമർശനമാണ് ആസിഫ് അലിക്ക് നേരെ വരുന്നത്. ഈ ഒരു അവസരത്തിൽ പറയാമോ എന്നറിയില്ല, ഞങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന പ്രിയപ്പെട്ടവനായിരുന്ന കലാഭവൻ നവാസിക്ക ഇന്നലെ രാത്രി മരണപ്പെട്ടു. വളരെ ഷോക്കിംഗ് ആയിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്താണ് ഇനി നമ്മുടെ ലൈഫിലെന്ന് അറിയില്ല. കഴിഞ്ഞ കുറേ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അന്ന് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ഇനി അദ്ദേഹത്തെ കാണില്ലെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഉള്ള സമയം അടിപൊളിയാക്കുക. ആസിഫ് അലി പറഞ്ഞതിങ്ങനെ. കാണികൾ ഇത് കേട്ട് ആർത്തി വിളിക്കുന്നതും കേൾക്കാം. പരാമർശം സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. നിരവധി പേരാണ് ആസിഫ് അലിയെ വിമർശിച്ച് രംഗത്തെത്തിയത്. സഹപ്രവർത്തകരിൽ ഒരാൾ മരിച്ചിട്ട് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ ഇങ്ങനെ സംസാരിച്ച് മോട്ടിവേഷൻ നൽകാൻ എങ്ങനെ സാധിക്കുന്നു എന്നാണ് പലരുടെയും ചോദ്യം. കുറെ ദിവസം ഒരുമിച്ചുണ്ടായിരുന്ന ഒരാൾ മരിച്ചതിനെ കുറിച്ച് എങ്ങനെ ഒരാൾക്ക് സംസാരിക്കാൻ തോന്നുന്നു എന്നായിരുന്നു നിരവധി ചോദ്യങ്ങൾ ഉയരുന്നത്. അടിപൊളിയാക്കാമായിരുന്നു, പക്ഷേ ഈ ദിവസങ്ങളിൽ തന്നെ വേണമായിരുന്നോ പൊന്നുമോനെ? ഇങ്ങനെ പറഞ്ഞത് തെറ്റായി പോയി എന്നൊരു തോന്നൽ. നിന്റെ ചെറുപ്പത്തിൽ തൊട്ട് ഈ ഫീൽഡിലുള്ള ആളാണ് നവാസിക്ക, എപ്പോഴും മലയാള സിനിമയിലുണ്ട്. പക്ഷേ നീ കളിച്ചു ചിരിച്ചു പറഞ്ഞ ഈ വാക്കുകൾ ഉണ്ടല്ലോ, ഷെയിം ആയിപ്പോയി. മിസ്റ്റർ ആസിഫ് അലി, കുറച്ച് വിവേകം കാണിക്കാനുള്ള സമയമാണ്. പക്വതയില്ലാത്ത സംസാരം എന്നിങ്ങനെയാണ് കമന്റുകളായി കുറിക്കുന്നത് പ്രേക്ഷകർ. ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ ആസിഫ് അലിക്കൊപ്പമുള്ള ഫോട്ടോ കലാഭവൻ നവാസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നവാസിന്റെ മകനെയും ഫോട്ടോയിൽ കാണാം. അതേസമയം ആസിഫ് അലിയെ അനുകൂലിച്ചും കമന്റുകൾ വരുന്നുണ്ട്. ജീവിതവും മരണവും എത്രമാത്രം അപ്രതീക്ഷിതമാണെന്നാണ് ആസിഫ് അലി ഉദ്ദേശിച്ചതെന്നും കലാഭവൻ നവാസിനോട് അനാദരവ് കാണിച്ചതല്ലെന്നും അനുകൂലിക്കുന്നവർ വാദിക്കുന്നു. ജീവിതം പ്രവചനാതീതമാണെന്ന് മാസങ്ങൾക്ക് മുമ്പ് നൽകിയ ഒരു അഭിമുഖത്തിൽ കലാഭവൻ നവാസും പറഞ്ഞിട്ടുണ്ട്. ഈ നിമിഷത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ തിരിച്ചു വീടെത്തുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഇന്ന് കാണാമെന്ന് ഇന്നലെ പറഞ്ഞെങ്കിലും ഇന്ന് കാണാൻ പറ്റുമെന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. അത്രയേ ഉള്ളൂ മനുഷ്യജീവിതം എന്ന് കലാഭവൻ നവാസ് പറഞ്ഞിരുന്നു. 51 വയസ്സിലാണ് കലാഭവൻ നവാസ് ലോകത്തോട് വിട പറഞ്ഞത്. നടി രഹനയാണ് കലാഭവൻ നവാസിന്റെ ഭാര്യ. നടൻ കലാഭവൻ നവാസിന്റെ സഹോദരനാണ്. അന്തരിച്ച നടൻ അബൂബക്കറാണ് ഇവരുടെ പിതാവ്. അതേസമയം സിനിമാ നടൻ കലാഭവൻ നവാസിന്റെ മരണത്തിൽ കുറിപ്പുമായി ഡോക്ടറും തിരക്കഥാകൃത്തുമായ ബോബിയും രംഗത്തെത്തിയിട്ടുണ്ട്. നെഞ്ചുവേദന ഒരിക്കലും അവഗണിക്കരുതാത്ത ഒരു രോഗലക്ഷണമാണെന്ന് ബോബി പറഞ്ഞു. കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നും അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ടാകുമായിരുന്നു എന്ന തോന്നൽ വേദനയുണ്ടാക്കുന്നുവെന്നും ബോബി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. നെഞ്ചുവേദനയെ ഒരിക്കലും നിസ്സാരമായി കാണരുതെന്നും ബോബി പറഞ്ഞു.
ബോബി ചെറിയാന്റെ കുറിപ്പിന്റെ പൂർവ്വരൂപം ഇങ്ങനെയായിരുന്നു. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ പ്രിയങ്കരനായ ഒരു അനുഗ്രഹീത കലാകാരൻ നമ്മെ വിട്ടുപിരിഞ്ഞു. നെഞ്ചുവേദന അനുഭവപ്പെട്ടിട്ടും ഷൂട്ടിംഗ് മുടങ്ങാതിരിക്കാൻ അദ്ദേഹം അന്ന് ഹോസ്പിറ്റലിൽ പോയില്ല. സ്വന്തം ജോലിയോട് അദ്ദേഹം കാണിച്ച ആത്മാർത്ഥതയെ വളരെ ആദരപൂർവ്വം കാണുന്നു. അതോടൊപ്പം കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നും അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നു എന്ന തോന്നൽ വേദന ഉണ്ടാക്കുകയും ചെയ്യുന്നു. നെഞ്ചുവേദന ഒരിക്കലും അവഗണിക്കരുതാത്ത ഒരു ലോകലക്ഷണമാണ്, പ്രത്യേകിച്ച് പെട്ടെന്നുണ്ടാകുന്നവ. പല കാരണങ്ങൾ കൊണ്ടും നെഞ്ചുവേദന വരാമെങ്കിലും ഹൃദയവുമായി ബന്ധപ്പെട്ട വേദനയാണ് ഏറ്റവും അപകടകാരി. പക്ഷേ അത് ഹൃദ്രോഗം തന്നെയാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ ECG, രക്തപരിശോധന തുടങ്ങിയ ടെസ്റ്റുകൾ ആദ്യം ചെയ്യേണ്ടി വരും. അഥവാ ഹൃദ്രോഗമല്ലെങ്കിൽ കൂടി വേദനയുടെ കാരണം ഒരു ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക എന്നതാണ് അത്തരം സാഹചര്യങ്ങളിൽ ആദ്യം ചെയ്യേണ്ടത്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയവ കൂടുതൽ ഉള്ളവരും പാരമ്പര്യമായി ഹൃദ്രോഗമുള്ളവരും പുകവലിക്കുന്നവരും നെഞ്ചുവേദനയെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. കൃത്യസമയത്തെ രോഗനിർണയവും ചികിത്സയും നമ്മെ രക്ഷിച്ചേക്കാം. കാരണം നമ്മുടെ ജീവൻ അമൂല്യമാണ്. അതേസമയം തന്നെ കലാഭവൻ നവാസിന്റെ മരണം ഹൃദയാഘാതം മൂലമെന്നാണ് സ്ഥിരീകരണം. രാവിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണകാരണം സ്ഥിരീകരിച്ചത്. നവാസിന് വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെ ഹൃദയാഘാതം ഉണ്ടായതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ സൂചന. ഇതിനു മുൻപും ഹൃദയാഘാതം ഉണ്ടായതിന്റെ ലക്ഷണവും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. നെഞ്ചുവേദന വന്ന് ഹോട്ടൽ മുറിക്ക് പുറത്തിറങ്ങി ആരുടെയെങ്കിലും സഹായം തേടാൻ ശ്രമിക്കുന്നതിനിടെയാണ് നവാസ് കുഴഞ്ഞു വീണതെന്നാണ് നിഗമനം. ഹോട്ടൽ മുറിയുടെ വാതിലിനോട് ചേർന്നാണ് നവാസ് വീണ് കിടന്നിരുന്നത്. വാതിൽ ലോക്ക് ചെയ്തിരുന്നില്ല. വീഴ്ചയുടെ ആഘാതത്തിൽ നവാസിന്റെ തലയിലും മുറിവുണ്ടായി. ഷൂട്ടിങ്ങിനിടെ സെറ്റിൽ വെച്ച് നവാസിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നതായി നടൻ വിനോദ് കോവർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഡോക്ടറെ വിളിച്ചെങ്കിലും ഷൂട്ടിംഗ് മുടങ്ങണ്ടെന്ന് കരുതി മുന്നോട്ട് പോയെന്നായിരുന്നു കുറിപ്പ്. പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കുന്നതിന് തൊട്ടു മുന്നാലെയാണ് നവാസിന്റെ മരണം. വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്യുന്ന പ്രകമ്പനം സിനിമയിൽ നവാസ് ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. 2 ദിവസത്തെ ഇടവേളയിൽ സാധനങ്ങളും എടുത്ത് വീട്ടിലേക്ക് മടങ്ങാനായി ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു നവാസ്. മറ്റ് താരങ്ങൾക്കൊപ്പം നവാസും കഴിഞ്ഞ 25 വർഷങ്ങളായി ഇതേ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. എന്നാൽ മറ്റ് താരങ്ങൾ മുറി ഒഴിഞ്ഞിട്ടും നവാസിനെ ഏറെ നേരം കാണാനില്ലെന്ന് കണ്ട് റിസപ്ഷനിൽ നിന്ന് അദ്ദേഹം താമസിക്കുന്ന മുറിയിലേക്ക് ഫോണിൽ വിളിച്ചുവെങ്കിലും എടുത്തില്ല. നവാസിനെ അന്വേഷിക്കാൻ എത്തിയ റൂം ബോയ് വാതിൽ തുറന്നു കിടക്കുന്നതാണ് കണ്ടത്. നോക്കുമ്പോൾ നവാസ് നിലത്ത് വീണ് കിടക്കുന്ന നിലയിലായിരുന്നു. നടൻ രാത്രി 8 മണിയോടെ ചെക്ക് ചെയ്യുമെന്ന് ഹോട്ടലിൽ പറഞ്ഞിരുന്നു. 8:30 കഴിഞ്ഞിട്ടും കാണാതായതോടെ മുറി തുറന്നു നോക്കുമ്പോഴാണ് താഴെ വീണ നിലയിൽ കണ്ടത്. സോപ്പും ടവലും മാറാനുള്ള വസ്ത്രങ്ങളും കിടക്കയിലുണ്ടായിരുന്നു. കുളിക്കാനുള്ള ഒരുക്കത്തിനിടെ ഹൃദയാഘാതം ഉണ്ടായതെന്നാണ് കരുതുന്നത്. നവാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ജീവൻ ഉണ്ടായിരുന്നുവെന്നാണ് ഹോട്ടൽ ഉടമ പറയുന്നത്. താരസംഘടനയായ അമ്മയുടെ അടുത്തിടെ നടന്ന ജനറൽ ബോഡി യോഗത്തിൽ അടക്കം നവാസ് സജീവ സാന്നിധ്യമായിരുന്നു. അതേസമയം അന്തരിച്ച നടനും മിമിക്രി താരവുമായ കലാഭവൻ നവാസിന് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് നെഞ്ചുവേദന ഉണ്ടായിരുന്നതായി നടൻ വിനോദ് കോവർ വെളിപ്പെടുത്തിയിരുന്നു. ഡോക്ടറെ വിളിച്ച് സംസാരിച്ചെങ്കിലും ഷൂട്ടിന് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി ആശുപത്രിയിൽ പോവാതെ അഭിനയം തുടർന്നെന്നാണ് വിനോദ് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞത്. ഷൂട്ട് കഴിഞ്ഞ ശേഷം ആശുപത്രിയിൽ പോവാമെന്ന് കരുതിയിട്ടുണ്ടാവുമെന്നും എന്നാൽ അതിനു മുമ്പ് രംഗബോധമില്ലാത്ത കോമാളി വന്ന് ജീവൻ തട്ടിയെടുത്തുവെന്നും വിനോദ് കുറിച്ചു. പ്രകമ്പനം എന്ന സിനിമയിലാണ് നവാസ് അവസാനമായി അഭിനയിച്ചത്. വിനോദ് കോവർ സമൂഹമാധ്യമങ്ങൾ പങ്കുവച്ച കുറിപ്പിങ്ങനെ: നവാസ്ക, എന്തൊരു പോക്കാ ഇത്. വിവരം അറിഞ്ഞപ്പോൾ ഫേക്ക് ന്യൂസ് ആവണേ എന്ന് ആഗ്രഹിച്ചു. പക്ഷേ കളമശ്ശേരി മോർച്ചറിയുടെ മുമ്പിൽ വെച്ച് ഇന്നലെ രാത്രി 11 മണിക്ക് ചേതനയേറ്റം ശരീരം കണ്ടപ്പോൾ ആദ്യം അഭിനയിച്ചു ഉറങ്ങുകയാണോ എന്ന് തോന്നി കവിളത്ത് തട്ടി നവാസ്ക എന്ന് വിളിച്ചു നോക്കി. കണ്ണ് അല്പം തുറന്നു കിടന്നിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ മുഴുവൻ കാണാതെ ആ കണ്ണുകൾ അടയില്ല. ജീവനറ്റ ശരീരം മോർച്ചറിയിലേക്ക് കയറ്റിയതിനു ശേഷം വീട്ടിലേക്കുള്ള യാത്രയിൽ നവാസ്കയുടെ ഓർമ്മകൾ മാത്രമായിരുന്നു. ചോറ്റാനിക്കര സിനിമാ സെറ്റിൽ 5 മണി വരെ അഭിനയിച്ച് താമസിക്കുന്ന ഹോട്ടൽ റൂമിലെത്തി യഥാർത്ഥ ജീവിതത്തിലെ റോളും പൂർത്തിയാക്കി നവാസ്ക കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. ഏതു നിമിഷവും പൊട്ടിപ്പോകുന്ന ഒരു നീർക്കുമിളയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ. സെറ്റിൽ വെച്ച് നെഞ്ചുവേദനയുണ്ടായി എന്ന് ഡോക്ടർ വിളിച്ച് സംസാരിച്ചെന്നും ഷൂട്ടിന് ബുദ്ധിമുട്ടാവേണ്ടെന്ന് കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയ ജോലിയിൽ മുഴുകി. ഷൂട്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ടാകും. പക്ഷേ അപ്പോഴേക്കും രംഗബോധമില്ലാത്ത കോമാളി വന്ന് ജീവൻ തട്ടിയെടുത്തു. വേദന വന്ന സമയത്തെ ഡോക്ടറെ പോയി കണ്ടിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോയി. എങ്കിലുങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ലല്ലോ. നവാസ്കയുടെ സമയം വന്നു, നവാസ്ക പോയി, അത്ര തന്നെ. കഴിഞ്ഞ അമ്മയുടെ കുടുംബസംഗമത്തിൽ പാട്ടുപാടിയും വ്യത്യസ്ത കോമഡി കാണിച്ചും എല്ലാവരുടെയും പ്രശംസയ്ക്കും പാത്രമായിരുന്നു നവാസ്ക. ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചതോർക്കുന്നു. ഒരുമിച്ച് കുറെ സ്റ്റേജ് പ്രോഗ്രാമുകൾ, അതിലുപരി ഒരു സഹോദര സ്നേഹമായിരുന്നു നവാസ്കയ്ക്ക്. ഇനി നവാസ്ക ഓർമ്മകളിൽ മാത്രം വിശ്വസിക്കാൻ പ്രയാസം. പടച്ചോൻ നവാസ്കയുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ മോർച്ചറിൽ കിടക്കേണ്ടി വന്നു. ഇന്ന് പോസ്റ്റ്മോർട്ടം സഹിക്കാനാകുന്നില്ല നവാസ്ക. ഉച്ചയ്ക്ക് ശേഷം ആലുവയിലെ വീട്ടിലേക്ക് പോകണം ഒരു നോക്ക് കൂടി കാണാൻ. ശരിക്കും പേടിയാവുകയാണ്. 51-ാമത്തെ വയസ്സിലാണ് നവാസ്കയുടെ മരണം. ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും. വേഷം തീർന്നാൽ വേദി ഒഴിയേണ്ട ആരായാലും. പ്രണാമം എന്നാണ് വിനോദ് കോവർ കുറിച്ചത്.